ടെസ്ലയുടെ ഏറ്റവും അഫോർഡബിൾ മോഡലായിട്ടുള്ള ടെസ്ല മോഡൽ 3 ഇന്ത്യയിൽ ലോഞ്ച് പ്രതീക്ഷിക്കുന്നത് നവംബർ 2026 അപ്പം ഇവിടെ വരുന്നൊരു പ്രൈസ് 70 to 90 lakhs ആയിരിക്കും എന്നാണ് ഇപ്പം എക്സ്പെക്റ്റഡ് പ്രൈസാണ് 70 to 90 lakhs. പുറത്ത് വരുമ്പോൾ അതൊരു 40 lakhs അടുപ്പിച്ചേ കാണൂ, ഒരു $42,000. അപ്പോൾ അടുപ്പിച്ചൊരു 40 lakhs പുറത്ത് പ്രൈസ് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇന്ത്യയിൽ ഇത്രയും പ്രൈസ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് ഇന്ത്യയിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ഹൈ ആണ്, അതേപോലെ തന്നെ പിന്നെ GS രജിസ്ട്രേഷൻ ചിലവ് അതെല്ലാം കൂടെ കഴിഞ്ഞിട്ടാണ് ഒരു 70 lakhs കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഈ ഇത്രയും ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ ഇത്രയും എക്സ്പെക്റ്റഡ് പ്രൈസ് വരുന്നത് ഇന്ത്യൻസ് വളരെ ഈ ട്വിറ്ററിലും പല സോഷ്യൽ മീഡിയയിലും പല പ്രശ്നങ്ങളും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഇത്രയും ഇമ്പോർട്ട് ഡ്യൂട്ടി അതൊക്കെ ജസ്റ്റിഫൈഡ് ആണെന്നാണ്. ടെസ്ല ഇന്ത്യയോട് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു, പക്ഷേ ഇന്ത്യ ഇൻസിസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇന്ത്യ അങ്ങോട്ട് പറഞ്ഞാൽ ടെസ്ല ഒരു പ്ലാന്റ് ഓർ ഫാക്ടറി ഇന്ത്യയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ കാറിൻ്റെ കോസ്റ്റ് 40 to 50% കുറയുമെന്നാണ്. ഒരു ലക്ഷറി ആയിട്ടാണ് ഇന്ത്യ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നൊരു ബിലോ 5% ആൾക്കാർക്ക് ഇത് മേടിക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതിലൊരു ഹൈ ഇമ്പോർട്ട് ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ഓൾറെഡി അവർ ഇന്ത്യയിലല്ല പ്രൊഡക്ഷൻ നടത്തുന്നത്. പിന്നെ ഇന്ത്യക്ക് ഓൾറെഡി ഇമ്പോർട്ട്സ് എക്സ്പോർട്സിനെക്കാട്ടിയും വളരെ കൂടുതലാണ്. ഇന്ത്യ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അത് കാരണം തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ബ്രാൻഡുകൾ ആയിട്ട് ഭയങ്കര ഡിപ്പെൻഡൻസി വരുന്നുണ്ട്. ലൈക്ക് US, ചൈന, അവിടെ നിന്നൊക്കെയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത്. ഇത് കാരണം അവർക്ക് ധാരാളം ഈ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നുണ്ട്. ലൈക്ക് അവർക്ക് ധാരാളം ഗുണങ്ങൾ, ഇന്ത്യക്ക് ധാരാളം ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ ഇവിടെയുള്ള കൂടുതൽ പേർക്ക് ജോലി അവസരങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിലോട്ടുള്ള ഇറക്കുമതികളുടെ എമൗണ്ട് കുറയും, ആൻഡ് ഇന്ത്യയുടെ കയറ്റുമതി കൂടും. ഇപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട്സ് കൂടുന്നതാണ് എപ്പോഴും ഇന്ത്യക്ക് നല്ലത്. ഇപ്പം നിങ്ങൾ പറയും എന്തുകൊണ്ട് ഈ ഫാക്ടറി ഇല്ലാത്ത വേറെ പല രാജ്യങ്ങളിലും എന്തുകൊണ്ട് ഇമ്പോർട്ട് ടാക്സ് ഇത്രയും കൂട്ടുന്നില്ല. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഈ നിങ്ങൾ പറയുന്ന ഫാക്ടറി ഇല്ലാത്ത രാജ്യങ്ങൾ എന്ന് പറയുന്നത് സിംഗപ്പൂർ, UAE, നോർവേ ഇതേപോലത്തെ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണ്. അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അതേപോലെ അവർ ഈ ഓട്ടോമൊബൈൽ രംഗത്ത് കയറി വരാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളല്ല. ഇന്ത്യ ഈ ഓട്ടോമൊബൈൽ രംഗത്ത് അത്യാവശ്യം പുരോഗതിയും അത്യാവശ്യം എക്സ്പോർട്ട്സും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. കാരണം ഇന്ത്യക്കകത്ത് തന്നെ പ്രൊഡക്ഷനുള്ള പല ബ്രാൻഡുകളും ഉണ്ട്. ലൈക്ക് മഹേന്ദ്ര, ടാറ്റ, മാരുതി സുസുക്കി, ഹുണ്ടായിട്ട് ഒരു ഫാക്ടറി ഇന്ത്യയിലുണ്ട്. ഈ ടെസ്ലയുടെ വില ഈ ഗ്ലോബലിലുള്ള അതേ പ്രൈസ് ഇന്ത്യയിൽ അലോ ചെയ്യുകയാണെങ്കിൽ ഇവർക്കൊക്കെ ഇത് വൻ നഷ്ടമാവും. ഇന്ത്യയിൽ എന്തിനും ഇവർ ഫാക്ടറി തുടങ്ങിയെന്ന് ഇവർ ആലോചിക്കും. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. ടെസ്ല ഇന്ത്യയിൽ ഒരു ഫാക്ടറി തുടങ്ങുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം. ലൈക്ക് ടെസ്ലയ്ക്കും ഇന്ത്യക്കും അതാണ് ബെറ്റർ. അത് എനിക്ക് തോന്നുന്നു ടെസ്ല മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ഇന്ത്യയിലൊരു ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഏരിയ അവർ തപ്പി കണ്ടുപിടിക്കുന്നുണ്ട്. ഇന്ത്യ ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 60 to 100% ആണ്. ഈ കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് എന്നാണ് ഇത് പറയുന്നത്. വെച്ചാൽ മൊത്തമായിട്ട് ബിൽഡ് ചെയ്ത യൂണിറ്റ്സ് പുറത്തുനിന്ന് വരുമ്പോഴാണ് ഈ പ്രശ്നം. അതിന് ഇന്ത്യ 60 to 100% ആണ് ഇമ്പോർട്ട് ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നത്. ആ ഇമ്പോർട്ട് ഡ്യൂട്ടി ചാർജ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇവർക്ക് ഇത്രയും പ്രൈസ് കൂട്ടി ലൈക്ക് 70 ലക്ഷം 70 lakhsന് ഈ കാർ കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ ഇന്ത്യ പോലൊരു ഡെവലപ്പിംഗ് കൺട്രിയിൽ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി, ഈ ടാക്സ് ഓൾറെഡി നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ മിഡിൽ ക്ലാസ് അവരുടെ സാലറിയുടെ ഒരു നല്ല ശതമാനം ടാക്സ് ആയിട്ട് അടയ്ക്കുന്നവരാണ്. അപ്പോൾ ഈ ലക്ഷറി ബ്രാൻഡ്സും ലക്ഷറി ഐറ്റംസും മേടിക്കുന്നവർക്ക് ഇത്രയും ശതമാനം ടാക്സ് ചാർജ് ചെയ്യുന്നത് ഒരു തെറ്റല്ല. ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറഞ്ഞിട്ടാണ് മിഡിൽ ക്ലാസിൻ്റെ ഇത്രയും ടാക്സ് മേടിക്കുന്നത്. അപ്പോൾ ലക്ഷറി ഐറ്റംസ് മേടിക്കുന്നവരും അവരുടെ ഒരു അത്രയും പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കേണ്ടി വരും. ടെസ്ല ഇന്ത്യയിൽ ഒരു ഫാക്ടറി ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്ന വഴി ഇന്ത്യയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അത് ഇന്ത്യയുടെ ഗ്രോത്തിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇന്ത്യൻസ് എന്നുള്ള നിലയ്ക്ക് അത് നമ്മൾക്കും വളരെയധികം നല്ലതാണ്. ടെസ്ല എന്ന് പറയുന്നത് ഒരു ഹൈ എൻഡ് ഒരു ലക്ഷറി പ്രോഡക്റ്റ് ആണ്. അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അതേപോലെ തന്നെ എല്ലാവർക്കും ഒരു നെസസിറ്റിയും അല്ല. സോ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻ റൈറ്റ് ആണ് ഈ കാര്യത്തിൽ.